ഹായ്, എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മിൽമയിലേക്ക് ഇപ്പോൾ വ്യത്യസ്ത പോസ്റ്റുകളിലായിട്ട് നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട്. പെർമനൻറ്റ് ബേസിസിലാണ് ഒഴിവുകളെല്ലാം തന്നെ വന്നിട്ടുള്ളത്. ഈ നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മലബാർ റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് മിൽമയിലേക്കാണ് ഇപ്പോൾ വ്യത്യസ്ത പോസ്റ്റുകളിലായിട്ട് നിരവധി ഒഴിവുകൾ വന്നിട്ടുള്ളത്. പെർമനന്റ് ബേസിസിലാണ് ഒഴിവുകളെല്ലാം തന്നെ വന്നിട്ടുള്ളത്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് തുടങ്ങിയ ജില്ലകളിലേക്കാണ് ഒഴിവുകളെല്ലാം തന്നെ വന്നിട്ടുള്ളത്. പോസ്റ്റുകൾ പരിശോധിക്കാം. അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ എന്ന പോസ്റ്റിലേക്ക് 50,320 രൂപ മുതൽ 1,01,560 രൂപ വരെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത്. ജനറൽ 1, SC ST 1 എന്നിങ്ങനെ 2 ഒഴിവുകളാണ് പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള BTech ഡിഗ്രിയാണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഡയറി എഞ്ചിനീയറിംഗിലുള്ള MTech ഡിഗ്രി ഉള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. റെലവൻറ്റ് ഫീൽഡിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് കൂടെ ആവശ്യമായിട്ട് പറയുന്നുണ്ട്. അസിസ്റ്റന്റ് മാർക്കറ്റിംഗ് ഓഫീസർ എന്ന പോസ്റ്റിലേക്ക് അതേ സാലറി സ്കെയിൽ തന്നെയാണ് വരുന്നത്. ജനറൽ 3, SC ST 1 എന്നിങ്ങനെ 4 ഒഴിവുകളാണ് പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. ഫുഡ് ടെക്നോളജി, ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി, ഡയറി ടെക്നോളജി എന്നിവയിലുള്ള BTech ഡിഗ്രിയാണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഫുഡ് ടെക്നോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഉള്ളവർക്കും ഡയറി ടെക്നോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഉള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. ഈ ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്ക് 1 വർഷത്തെ ഡയറി ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് കൂടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇതുകൂടാതെ ഏതെങ്കിലും ഡിസിപ്ലിനിലുള്ള ഡിഗ്രി ഉള്ളവർക്കും മാർക്കറ്റിംഗിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള MBA ഉള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഈ ക്വാളിഫിക്കേഷനായി അപ്ലൈ ചെയ്യുന്നവർക്ക് 3 വർഷത്തെ ഡയറി ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അസിസ്റ്റന്റ് ഡയറി ഓഫീസർ എന്ന പോസ്റ്റിലേക്കും സെയിം സാലറി സ്കെയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ജനറൽ 6, SC ST 1 എന്നിങ്ങനെ 7 ഒഴിവുകളാണ് പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. ഡയറി ടെക്നോളജി, ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി തുടങ്ങിയവയിലുള്ള BTech ഡിഗ്രിയാണ് യോഗ്യതയായിട്ട് വന്നിട്ടുള്ളത്. 2 വർഷത്തെ ഡയറി പ്ലാന്റിലുള്ള എക്സ്പീരിയൻസ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അസിസ്റ്റന്റ് HRD ഓഫീസർ എന്ന പോസ്റ്റിലേക്കും സെയിം സാലറി സ്കെയിലാണ് വന്നിട്ടുള്ളത്. ജനറൽ കാറ്റഗറിയിൽ 1 ഒഴിവാണ് പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ക്ലാസ് ഡിഗ്രി, പേഴ്സണൽ മാനേജ്മെൻറ്റിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി അല്ലെങ്കിൽ HR MBA, MSW തുടങ്ങിയ യോഗ്യതയുള്ളവർക്കും LLB ഉള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. മിനിമം 3 വർഷത്തെ HR അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെൻറ്റ് ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ഈ പോസ്റ്റിലേക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അസിസ്റ്റന്റ് ക്വാളിറ്റി അഷുറൻസ് ഓഫീസർ എന്ന പോസ്റ്റിലേക്കും 50,320 രൂപ മുതൽ 1,01,560 രൂപ വരെ വരുന്ന സ്കെയിലാണ് വരുന്നത്. ജനറൽ കാറ്റഗറിയിൽ 3 ഒഴിവാണ് പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. ഡയറി ടെക്നോളജി, ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി തുടങ്ങിയവയിൽ BTech ഡിഗ്രി ഉള്ളവർക്കും അഗ്രികൾച്ചർ ഓർ വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ നിന്നും QC ഇൻ ഡയറി ഇൻഡസ്ട്രിയിൽ MSc ഉള്ളവർക്കും MS ഡിഗ്രി ഉള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. 2 വർഷത്തെ ഡയറി പ്ലാന്റിലുള്ള എക്സ്പീരിയൻസ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അസിസ്റ്റന്റ് ഫിനാൻസ് ഓഫീസർ എന്ന പോസ്റ്റിലേക്കും സാലറി സ്കെയിലിൽ മാറ്റമില്ല. സെയിം സാലറി സ്കെയിലാണ് വരുന്നത്. ജനറൽ കാറ്റഗറിയിൽ 1 ഒഴിവാണ് പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. CA, IPCC, ICWA എന്നിവയാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. 3 വർഷത്തെ എക്സ്പീരിയൻസ് കൂടെ ഈ പോസ്റ്റിലേക്ക് ആവശ്യമായിട്ട് പറയുന്നുണ്ട്. അസിസ്റ്റന്റ് വെറ്റിനറി ഓഫീസർ എന്ന പോസ്റ്റിലേക്ക് 50,320 രൂപ മുതൽ 1,01,560 രൂപ വരെയാണ് സാലറി സ്കെയിൽ വരുന്നത്. ജനറൽ കാറ്റഗറിയിൽ 1 ഒഴിവാണ് പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. വെറ്റിനറി സയൻസിലുള്ള ഡിഗ്രിയാണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. ആനിമൽ ഹസ്ബൻഡറി ഫീൽഡിൽ 1 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമായിട്ട് പറയുന്നുണ്ട്. അസിസ്റ്റന്റ് പർച്ചേസ് ഓഫീസർ എന്ന പോസ്റ്റിലേക്ക് ജനറൽ 2, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് 1 എന്നിങ്ങനെ 3 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, കെമിക്കൽ, ഇൻസ്ട്രുമെന്റേഷൻ തുടങ്ങിയ എഞ്ചിനീയറിംഗ് BTech ഡിഗ്രിയാണ് യോഗ്യതയായിട്ട് വരുന്നത്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഈ പോസ്റ്റിലേക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇൻസ്ട്രുമെന്റേഷൻ പ്രൊജക്ട്സ് എന്ന പോസ്റ്റിലേക്ക് ജനറൽ കാറ്റഗറിയിൽ 1 ഒഴിവാണ് വരുന്നത്. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എന്നിവയിലുള്ള BTech ഡിഗ്രിയാണ് യോഗ്യതയായിട്ട് വരുന്നത്. ഓട്ടോമേഷൻ, സ്കാഡ ഓപ്പറേഷൻ തുടങ്ങിയവ അറിയുന്നവർക്ക് മുൻഗണന. അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ പ്രൊജക്ട്സ് എന്ന പോസ്റ്റിലേക്ക് ജനറൽ കാറ്റഗറിയിൽ 1 ഒഴിവാണ് വന്നിട്ടുള്ളത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള BTech ഡിഗ്രിയാണ് യോഗ്യതയായിട്ട് വരുന്നത്. അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എന്ന പോസ്റ്റിലേക്കും ജനറൽ കാറ്റഗറിയിൽ 1 ഒഴിവാണ് വന്നിട്ടുള്ളത്.
ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ബിടെക് ഡിഗ്രി ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. അസിസ്റ്റന്റ് ഡയറി ഓഫീസർ എന്ന പോസ്റ്റിലേക്ക് ജനറൽ കാറ്റഗറിയിൽ 4 ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഡയറി ടെക്നോളജി, ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി എന്നിവയിലുള്ള ബിടെക് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. നോൺ ഓഫീസർ കാറ്റഗറിയിൽ വന്നിട്ടുള്ള പോസ്റ്റുകൾ പരിശോധിക്കാം. സിസ്റ്റം സൂപ്പർവൈസർ എന്ന പോസ്റ്റിലേക്ക് 39,640 രൂപ മുതൽ 1,01,560 രൂപ വരെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത്. ജനറൽ 4, SC ST 1 എന്നിങ്ങനെ 5 ഒഴിവുകളാണ് പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ് എന്നിവയിലുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്നിവയിലുള്ള ഗ്രാജുവേഷൻ, 3 വർഷത്തെ കമ്പ്യൂട്ടർ സയൻസ് ഓർ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് തുടങ്ങിയവയിലുള്ള ഡിപ്ലോമ എന്നിവയുള്ളവർക്ക് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. MCA ഹോൾഡേഴ്സിന് 2 വർഷത്തെയും ബിടെക്, BE, MSc ഹോൾഡേഴ്സിന് 3 വർഷത്തെയും ഡിപ്ലോമ ഹോൾഡേഴ്സിന് 5 വർഷത്തെയും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. മാർക്കറ്റിംഗ് ഓർഗനൈസർ എന്ന പോസ്റ്റിലേക്ക് 34,640 രൂപ മുതൽ 93,760 രൂപ വരെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത്. ജനറൽ 2, SC ST 1 എന്നിങ്ങനെ 3 ഒഴിവുകളാണ് പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. ഏതെങ്കിലും ഡിസിപ്ലിനുള്ള ഗ്രാജുവേഷൻ ഉള്ളവർക്കും മാർക്കറ്റിംഗ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള MBA ഉള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. മിനിമം 2 വർഷത്തെ റെലവൻറ്റ് ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ജൂനിയർ അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്ക് 29,490 രൂപ മുതൽ 85,160 രൂപ വരെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത്. ജനറൽ 21, SC ST 2, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് 1 എന്നിങ്ങനെ 24 ഒഴിവുകളാണ് പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. റെഗുലർ മോഡിലുള്ള ഫസ്റ്റ് ക്ലാസ് BCom ഡിഗ്രിയാണ് യോഗ്യതയായിട്ട് വരുന്നത്. മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ജൂനിയർ സൂപ്പർവൈസർ എന്ന പോസ്റ്റിലേക്ക് 29,490 രൂപ മുതൽ 85,160 രൂപ വരെ തന്നെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത്. ജനറൽ 9, SC ST 1 എന്നിങ്ങനെ 10 ഒഴിവുകളാണ് പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ക്ലാസ് ഗ്രാജുവേറ്റ്സ് വിത്ത് HDC, ഫസ്റ്റ് ക്ലാസ് BCom ഡിഗ്രി, BSc തുടങ്ങിയവയാണ് യോഗ്യതയായിട്ട് പറയുന്നത്. മാർക്കറ്റിംഗ് അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്കും സെയിം സാലറി സ്കെയിലാണ് വന്നിട്ടുള്ളത്. ജനറൽ കാറ്റഗറിയിൽ 1 ഒഴിവാണ് വന്നിട്ടുള്ളത്. ഏതെങ്കിലും ഡിസിപ്ലിനുള്ള ഗ്രാജുവേഷനാണ് യോഗ്യതയായിട്ട് പറയുന്നത്. 2 വർഷത്തെ എക്സ്പീരിയൻസ് കൂടെ ആവശ്യമായിട്ട് പറയുന്നുണ്ട്. ലാബ് അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്കും സെയിം സാലറി സ്കെയിലാണ് വന്നിട്ടുള്ളത്. ജനറൽ 3, SC ST 1 എന്നിങ്ങനെ 4 ഒഴിവുകൾ വന്നിട്ടുണ്ട്. കെമിസ്ട്രി, ബയോകെമിസ്ട്രി, മൈക്രോബയോളജി, ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി തുടങ്ങിയവരുള്ള BSc ഡിഗ്രിയോ അഗ്രികൾച്ചറൽ വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള ഡയറി സയൻസിലുള്ള ഡിപ്ലോമയോ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 1 വർഷത്തെ റെലവൻറ്റ് ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് കൂടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ടെക്നീഷ്യൻ ഗ്രേഡ് 2 എന്ന പോസ്റ്റിലേക്ക് ജനറൽ കാറ്റഗറിയിൽ 3, SC ST കാറ്റഗറിയിൽ 1 എന്നിങ്ങനെ 4 ഒഴിവുകളാണ് വരുന്നത്. MRIC ട്രേഡിലുള്ള ITI NCVT സർട്ടിഫിക്കറ്റാണ് യോഗ്യതയായിട്ട് പറയുന്നത്. 1 വർഷത്തെ അപ്രന്റീസ്ഷിപ്പും 2 വർഷത്തെ എക്സ്പീരിയൻസും പോസ്റ്റിലേക്ക് ആവശ്യമായിട്ട് പറയുന്നുണ്ട്. ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇലക്ട്രീഷ്യൻ എന്ന പോസ്റ്റിലേക്ക് 29,490 രൂപ മുതൽ 85,160 രൂപ വരെയാണ് സാലറി സ്കെയിൽ വരുന്നത്. ജനറൽ കാറ്റഗറിയിൽ 8, SC ST 1 എന്നിങ്ങനെ 9 ഒഴിവുകളാണ് വരുന്നത്. ഇലക്ട്രീഷ്യൻ ട്രേഡിലുള്ള ITI NCVT സർട്ടിഫിക്കറ്റാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്. 1 വർഷത്തെ അപ്രന്റീസ്ഷിപ്പും 2 വർഷത്തെ എക്സ്പീരിയൻസും വയർമാൻ ലൈസൻസും ഉള്ളവർക്കാണ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇലക്ട്രോണിക്സ് എന്ന പോസ്റ്റിലേക്ക് ജനറൽ 2, SC ST 1 എന്നിങ്ങനെ 3 ഒഴിവുകൾ വരുന്നുണ്ട്. ഇലക്ട്രോണിക്സ് ട്രേഡിലുള്ള ITI NCVT സർട്ടിഫിക്കറ്റാണ് യോഗ്യതയായിട്ട് വരുന്നത്. 1 വർഷത്തെ അപ്രന്റീസ്ഷിപ്പും 2 വർഷത്തെ എക്സ്പീരിയൻസും ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. ടെക്നീഷ്യൻ ഗ്രേഡ് 2 ബോയിലർ ഓർ ഫിറ്റർ എന്ന പോസ്റ്റിലേക്ക് ജനറൽ കാറ്റഗറിയിൽ 1 ഒഴിവാണ് വരുന്നത്. ഫിറ്റർ ട്രേഡിലുള്ള ITI NCVT സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. 1 വർഷത്തെ അപ്രന്റീസ്ഷിപ്പും 2 വർഷത്തെ എക്സ്പീരിയൻസും സെക്കൻഡ് ക്ലാസ് ബോയിലർ അറ്റൻഡൻസ് സർട്ടിഫിക്കറ്റും ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്ലാന്റ് അസിസ്റ്റന്റ് കാറ്റഗറിയിൽ പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 എന്ന പോസ്റ്റിലേക്ക് 23,000 രൂപ മുതൽ 56,240 രൂപ വരെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത്. ജനറൽ 39, SC ST 4, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് 4 എന്നിങ്ങനെ 47 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. 10ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാൻ വേണ്ടി കഴിയുന്നതല്ല. ഇത്രയും പോസ്റ്റുകളാണ് മിൽമയിലേക്ക് വന്നിട്ടുള്ളത്. ഇവയിലേക്കെല്ലാം തന്നെ മിൽമയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി 27/11/2025 5 മണിയാണ്.
അപ്പോൾ അതിന് മുൻപായിട്ട് യോഗ്യതയുള്ളവരെല്ലാം തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപേക്ഷ സമർപ്പിക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ പോസ്റ്റിലേക്ക് ഒരു ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്. ഓഫീസർ കാറ്റഗറിയിലുള്ള പോസ്റ്റുകളിലേക്ക് SC/ST ഒഴികെയുള്ള വിഭാഗങ്ങൾക്ക് 1000 രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത്. SC/ST കാറ്റഗറിക്ക് 500 രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയി വരുന്നത്. നോൺ ഓഫീസർ കാറ്റഗറിയിൽ വരുന്ന പോസ്റ്റുകളിലേക്ക് SC/ST കാറ്റഗറിക്ക് 350 രൂപയും ബാക്കിയുള്ള കാറ്റഗറിയിൽ വരുന്നവർക്ക് 700 രൂപയുമാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത്. പ്ലാന്റ് അസിസ്റ്റന്റ് കാറ്റഗറി പോസ്റ്റിൽ വരുന്നവർക്ക് SC/STക്കാർക്ക് 250 രൂപയും ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിന് 500 രൂപയുമാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത്. ഒരു റിട്ടൺ ടെസ്റ്റ് നടത്തിയാണ് ഉദ്യോഗാർത്ഥികളെ പോസ്റ്റുകളിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. ഓരോ പോസ്റ്റുകളിലേക്കും വരുന്ന സിലബസും സബ്ജക്റ്റുകളും നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. പൂർണ്ണമായും വായിച്ചു നോക്കി മനസ്സിലാക്കാവുന്നതാണ്. അതിനുശേഷം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഉദ്യോഗാർത്ഥികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ പോസ്റ്റുകളിലേക്കെല്ലാം തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. 1/1/2025 വെച്ചാണ് ഏജ് കണക്കാക്കുന്നത്. അതായത് ഉദ്യോഗാർത്ഥി 2/1/1985 1/1/2007 ഇടയിൽ ജനിച്ച ആളായിരിക്കണം. എക്സ് സർവീസ്മാൻ കാറ്റഗറിക്ക് 3 വർഷവും SC/ST കാറ്റഗറിക്ക് 5 വർഷവും OBC കാറ്റഗറിക്ക് 3 വർഷവും ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. തിരഞ്ഞെടുക്കുന്ന കാൻഡിഡേറ്റിന് 3 വർഷത്തേക്ക് സർവീസ് എഗ്രിമെൻ്റ് ബോണ്ട് ഉണ്ടായിരിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നോട്ടിഫിക്കേഷനിൽ പ്രധാനമായും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 27/11/2025 വരെയാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. അതിന് മുൻപായിട്ട് യോഗ്യതയുള്ള എല്ലാവരും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിരവധി പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് വരെ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഈ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് മാക്സിമം ഫ്രണ്ട്സിലേക്കെല്ലാം തന്നെ ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.